ഗൈസ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇന്നത്തെ കാലത്ത് ഞാൻ കണ്ടിട്ടില്ല ഒരു ബ്രാഹ്മണൻ വന്നിട്ട് ഞാൻ തേങ്ങ മാങ്ങ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ വന്നാൽ തന്നെ അവനെ ഊക്കി വിടാറേ ഉള്ളൂ. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇവൻ എന്ത് വർഗീയവാദിയാണെന്നറിയോ? ചരിത്രത്തിൽ ആദ്യമായിട്ട് പണിയ സമുദായത്തിൽ നിന്നും ഒരു കാൻഡിഡേറ്റ് മത്സരിക്കുന്നുണ്ട്. മനസ്സിൽ വർഗീയത മാത്രമേ ഉള്ളൂ ഗൈസ്. ഇപ്പം വാ തുറന്നു കഴിഞ്ഞാൽ അവൻ പാണനാണ്, പൊലയനാണ്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ നമ്മൾ അവൻ എന്ത് ജാതിയാന്ന് പോലും അവന്റെ മുഖത്തോട്ട് അവന്റെ ഒരു മനുഷ്യനും അവരുടെ ചോദിച്ചു കാണത്തില്ല. അവന് ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കുന്ന ഒരുത്തം പോലും ഇതിനെക്കുറിച്ച് ചിന്തിക്കാറ് പോലും ഇല്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇവൻ വാ തുറന്ന് നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരാള് ആദ്യമായിട്ട് മത്സരിച്ചു. എടാ 10 വർഷം മുമ്പേ നമ്മുടെയൊക്കെ പഞ്ചായത്തിൽ എത്രയോ പേര് മത്സരിച്ചിട്ടാ, വയനാട്ടില് അവരൊക്കെ ജയിച്ചിട്ടുണ്ടാ, പഞ്ചായത്ത് ഭരിച്ചിട്ടുണ്ടാ. നീ അറിയുന്നില്ലെങ്കിൽ അത് നിന്റെ പൊട്ടത്തരവാടാ അളിയാ. നീ തിരുത്താൻ ശ്രമിക്കട്ടോ. നീ എനിക്കറിയത്തില്ല, നീ നിങ്ങളുടെ ഇടയിൽ അവരെ ബ്രാഹ്മണ മലയാളം പണ്ടൊക്കെ സിനിമയ്ക്കകത്ത് കണ്ടിട്ടുള്ളൂ. ഇപ്പൊ നീ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്നത്. ക്ഷമിക്കും, നീ തിരുത്തി. അടയാളമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പോ പ്രിയപ്പെട്ട പ്രകൃതി, എല്ലാവിധ ആശംസകളും. ഇത് ജയമോ തോൽവിയോ എന്നതിലുപരി ഇത് ചരിത്രപരമായിട്ടുള്ള ഒരു അടയാളമാണ്. ഭാവിയിൽ ഒരുപാട് ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ പ്രകൃതിക്കാവട്ടെ.